ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലാ മുത്തോലിക്ക് സമീപത്ത് 25 സെന്റ് സ്ഥലത്തിനകത്ത് 2950 സ്ക്വയർ ഫീറ്റ് ഉള്ള 4 ബെഡ്റൂമുള്ള നല്ല കിടുക്കൻ വീട്ടിലേക്കാണ്. നല്ലൊരു ക്വാളിറ്റിയിൽ പണിത വീട്, ഏകദേശം ഒരു 5 വർഷത്തോളം പഴക്കമുള്ള ഒരു വീട്. നല്ല കാഴ്ചയ്ക്ക് നല്ല എടുപ്പ്, മുറ്റത്തിന്റെ രൂപകൽപ്പനയൊക്കെ ആണെങ്കിൽ അടിപൊളി, വീതിയുള്ള ടാർ റോഡ് സൈഡ്, അതുപോലെ തന്നെ മുറ്റത്തെ കിണറൊക്കെ ആണെങ്കിൽ ഒരു നാച്ചുറലായിട്ട് ഒരു ഗ്രാസ് ഒക്കെ കയറ്റിവിട്ട് നല്ല ഭംഗിയാക്കി എടുത്തിരിക്കുന്ന കിണർ. അങ്ങനെയൊക്കെയുള്ള ഈ വീടിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. 2950 സ്ക്വയർ ഫീറ്റ് ഉണ്ട്, 4 ബെഡ്റൂം ഉണ്ട്, അതുപോലെ തന്നെ 25 സെന്റ് സ്ഥലമുണ്ട്. ചേർപ്പകൽ മെഡിസിറ്റി ഹോസ്പിറ്റലും ഒക്കെ ആയിട്ട് ഒരു 2 കിലോമീറ്ററിൽ കൂടുതൽ ദൂരമില്ല. ഡോക്ടേഴ്സിനൊക്കെ മേടിച്ച് താമസിക്കുവാനൊക്കെ കൊള്ളാവുന്ന അടിപൊളി വീടാണ്. അപ്പോൾ നമുക്ക് വീടിന്റെ മുഴുവനായിട്ടുള്ള ദൃശ്യങ്ങളിലേക്ക് വേഗം കടന്നു ചെല്ലാം. നല്ല വീതിയുള്ള ഒരു റോഡ് സൈഡിൽ നിന്നുകൊണ്ട് മീനച്ചിൽ ഹോംസ് വീഡിയോ ആരംഭിക്കുകയാണ്. ഇത് ഒരു NRIയുടെ പ്രോപ്പർട്ടി ആയിരുന്നു. അദ്ദേഹം ഈ വീട് കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇതേ ഗേറ്റ് മുതൽ തുടങ്ങുന്ന 25 സെന്റ് സ്ഥലവും വീടും കൂടിയാണ് ഇവിടെ കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത് ഈ ഫ്രണ്ടിൽ കാണുന്ന സ്ഥലം, ഈ സ്ഥലവും ഈ ഗേറ്റ് വെച്ചിരിക്കുന്ന ഈ സ്ഥലവും ഈ വീടും കൂടി 25 സെന്റ് സ്ഥലവും വീടും കൂടി 2950 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടും കൂടിയാണ് കൊടുക്കുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് മീനച്ചിൽ ഹോംസിന്റെ വീഡിയോ വഴി ഇവിടെ അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നത്. അതാണ് കാർ പോർച്ച് സൗകര്യങ്ങൾ എല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള നല്ലൊരു വീട്. ഇവിടുന്ന് നമ്മുടെ കിണർ സൗകര്യങ്ങൾ ഈ കാണുന്നത് എന്താണ് എന്ന് ആദ്യം നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷെ അത് കിണറാണ്. കിണറിൻ്റെ ചുറ്റിലും ഒരു ഗ്രാസ് പോലെയുള്ള ഒരു സംഭവം കയറ്റി വിട്ടിട്ട് നല്ല ആർട്ടിഫിഷ്യൽ അല്ല, നല്ല നാച്ചുറലായിട്ട് തന്നെയുള്ള ഒരു ഗ്രാസ് പോലെ ചെയ്തിട്ട് അതാണ് കിണർ വെള്ളം ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഇത് കിണർ മുറ്റത്ത് ഇങ്ങനെ ഒരു ഇച്ചിരി വെട്ടി ഒരുക്കി ഭംഗിയാക്കി ഇടുവാണെങ്കിൽ ഒന്നുകൂടി നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ കിണറിന് സമീപത്ത് തന്നെ ചെറിയൊരു മീനെ വളർത്താവുന്ന രീതിയിൽ ഇതൊക്കെ ഒന്നുകൂടി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഇതേ സംഭവം തന്നെ ഇതേ പച്ചപ്പ് തന്നെ വിരിച്ചുകൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടി സൂപ്പറാണ്, നല്ല ഭംഗിയാണ്. അപ്പോൾ നമുക്ക് ചുറ്റുവട്ടത്തിലേക്കൊന്ന് പോകാം. ഇത് മുകളിലേക്ക് കയറുവാനുള്ള സ്റ്റെയർ കേസ് കംപ്ലീറ്റ് റൂഫ് വർക്ക് ചെയ്തിരിക്കുന്ന വീടാണ്. കംപ്ലീറ്റ് റൂഫ് വർക്ക് ചെയ്തിരിക്കുന്ന ഈ വീടിൻ്റെ സ്റ്റെയർ കേസാണ്, മുകളിലേക്ക് കയറുവാനായിട്ടുള്ള സ്റ്റെയർ കേസാണ് കൊടുത്തിരിക്കുക. ഈ ബാക്കിൽ കാണുന്ന സ്ഥലവും കൂടി ഉൾപ്പെടെയാണ് നമുക്ക് 25 സെന്റ് സ്ഥലം വരുന്നത്. അപ്പോൾ നമുക്ക് ഇതാണ് ബാക്ക് സൈഡിൽ 2 ഡോറുണ്ട്. ഒന്ന് ഹാളിൽ നിന്ന് ഇറങ്ങി വരാവുന്ന രീതിയിലുള്ള ഡോറും ഒന്ന് കിച്ചണിൽ നിന്ന് ഇറങ്ങി വരാവുന്ന ഡോറും. ഈ 2 ഡോറിനെയും ബന്ധിപ്പിക്കുന്ന രീതിയിൽ ഇവിടെ സിറ്റ് ഔട്ട് വന്നിട്ടുണ്ട് ബാക്ക് സൈഡിൽ. അതുപോലെ തന്നെ നമുക്ക് ഇത് നമ്മുടെ ഫ്രണ്ടിലേക്ക് വീണ്ടും പോവുകയാണ്, ഫ്രണ്ട് വ്യൂവിലേക്ക് വീണ്ടും പോവുകയാണ്. ആ വ്യൂവിലേക്ക് പോകുമ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് എലവേഷൻ, ഫ്രണ്ട് ഗാർഡൻ, ഫ്രണ്ട് പച്ചപ്പ്. നമുക്ക് നല്ലൊരു പാർക്ക് പോലെയൊക്കെ ആക്കിയെടുക്കാൻ വേണമെങ്കിൽ പറ്റുന്ന രീതിയിൽ, അതല്ലെങ്കിൽ നമുക്ക് നാടൻ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ 2 തെങ്ങോ പ്ലാവോ ഒക്കെ വെക്കാവുന്ന രീതിയിൽ ഉള്ള ഒരു സ്പേസാണ് ഇവിടെ വന്നിരിക്കുക. അപ്പോൾ ഇത് സിറ്റ് ഔട്ട് വളരെ നീളത്തിൽ നല്ല വലിപ്പത്തിലുള്ള ഒരു സിറ്റ് ഔട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സിറ്റ് ഔട്ട് കാര്യങ്ങൾ ഇത് അങ്ങേറ്റം വരെ സിറ്റ് ഔട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് ഡോറിൻ്റെ ദൃശ്യങ്ങളിലേക്ക്, ഫ്രണ്ട് വീടിനകത്തെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് കയറാം. ഫ്രണ്ട് ഡോറ് ഡബിൾ പാളി ഡോറാണ്, നല്ല വലിപ്പത്തിലുള്ള ഡോറ്, നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന ഡോറാണ് ഇവിടെ വന്നിരിക്കുക. നല്ല ഒരു അതിൻ്റെ ലോക്കൊക്കെ ആണെങ്കിലും വളരെ മനോഹരമായ ഭംഗിയുള്ള രീതിയിൽ ഇത് കണ്ടോ, നല്ല രീതിയിലുള്ള ലോക്കാണ് ഇവിടെ വന്നിരിക്കുക. നമുക്ക് തുറന്ന് അകത്തേക്ക് കയറാം. അകത്തേക്ക് കയറി കഴിയുമ്പോൾ ഇത് നല്ലൊരു സ്വീകരണ മുറിയാണ്, നല്ല വലിപ്പമുള്ള ഒരു സ്വീകരണ മുറി. ഈ ഫർണിച്ചർ ഉൾപ്പെടെ അല്ല കൊടുക്കുന്നത്, ഫർണിച്ചർ മാറ്റും. അപ്പോൾ നമുക്ക് ഇത് നല്ല ഇൻറ്റീരിയർ വർക്കുകൾ കൊണ്ടും നല്ല ഫാൻസി ലൈറ്റുകൾ കൊണ്ടും അതുപോലെ TV യൂണിറ്റുകൾ കൊണ്ടും മനോഹരമാക്കി എടുത്തിരിക്കുന്ന നല്ലൊരു സ്വീകരണമുറിയിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോയി കഴിയുമ്പോൾ ആദ്യത്തെ ബെഡ്റൂമാണ്. നമുക്ക് അങ്ങനെ കറങ്ങി ഇങ്ങനെ ബെഡ്റൂമൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ വരാം. അപ്പോൾ നല്ല ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്പർ 1 ക്വാളിറ്റി മെറ്റീരിയലുകൾ തന്നെയാണ് ഈ വീടിന് ഉപയോഗിച്ചിരിക്കുക. അതുപോലെ തന്നെ നമുക്ക് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ലൊരു വീടാണ് ഇവിടെ വന്നിരിക്കുക. ഇവിടെ നമ്മുടെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളാണ്. ആദ്യത്തെ ബെഡ്റൂം ഒരു സൈഡിൽ ഒരു നല്ലൊരു കളറ് കൊടുത്തുകൊണ്ട് ഒരു വാളിന് കൊടുത്തുകൊണ്ടുള്ള ഡിസൈനാണ് ബെഡ്റൂമിൻ്റെ ഡിസൈൻ വന്നിരിക്കുക. ഇവിടെ നമ്മുടെ ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം. അതിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ്, ഡ്രസ്സിങ് ഏരിയ ഉണ്ട്, ഇൻബിൽറ്റ് ആയിട്ടുള്ള ക്ലോസറ്റുകളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുക. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല വലിപ്പമുള്ള ബെഡ്റൂം ടോയ്ലറ്റാണ്. വേണമെങ്കിൽ പാർട്ടീഷൻ വർക്കൊക്കെ ചെയ്യാവുന്ന രീതിയിലാണ്, ഗ്ലാസ് പാർട്ടീഷനൊക്കെ ചെയ്യാവുന്ന രീതിയിലാണ് ടോയ്ലറ്റ് സെറ്റ് ചെയ്തിരിക്കുക.
അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ല സ്ഥലവും വീടും ഒക്കെ ആയിട്ടുള്ള നല്ല വീടുകൾ കുറവാണ്. കാരണം ഇത്രയും നല്ല സ്ഥല സൗകര്യമുള്ള വീടുകളാണ്. 25 സെൻറ്റ് സ്ഥലമുണ്ട്, അത്യാവശ്യം ചുറ്റുവട്ടവും കാര്യങ്ങളും എല്ലാം ഉള്ള രീതിയിലാണ്. ചോദിക്കുന്ന വില നമ്മൾ ആദ്യമേ പറഞ്ഞു, 1,30,00,000 രൂപയാണ് ചോദിക്കുക. നെഗോഷ്യബിൾ ആണ്. ലീഗലി എല്ലാം പക്കയായിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സാലറി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ലോൺ അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുന്നതാണ്. സാലറി സർട്ടിഫിക്കറ്റ് നാട്ടിലെയോ വിദേശത്തെയോ ഒക്കെ ആണെങ്കിലും മതി. സാലറി സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ജോലികൾക്ക് ലോൺ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. വിദേശത്താണെങ്കിലും സ്വദേശത്താണെങ്കിലും എവിടെയാണെങ്കിലും നിങ്ങളുടെ സാലറി എത്രയാണോ ആ സാലറിയെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ലോൺ കിട്ടുക. അപ്പോൾ എത്ര തുക ലോൺ കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ സാലറി എത്രയുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഫുൾ എമൗണ്ട് ലോൺ വേണ്ടവർക്കും മെനിച്ചിൽ ഹോംസ് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. അത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. അതൊക്കെ പാലിച്ചുകൊണ്ടാണ്. അതിനൊക്കെ നേരിട്ട് സംസാരിച്ചാൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ വീടിൻ്റെ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഈ വീട് ലൊക്കേറ്റ് ചെയ്യുന്നത് കോട്ടയം ജില്ലയിലാണ്. കോട്ടയം ജില്ലയിൽ പാലായ്ക്ക് സമീപത്താണ്. പാലായ്ക്കും ഏറ്റുമാനൂരിനും സമീപത്താണ്, മിഡിലായിട്ട് വരുന്ന സ്ഥലമാണ് മുത്തോലി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. കാരണം ബ്രില്യൻ്റ് കോളേജ് സ്ഥിതി ചെയ്യുന്നു. ബ്രില്യൻ്റ് കോളേജുമായിട്ട് ഏകദേശം ഒരു 1 കിലോമീറ്റർ 1.25 കിലോമീറ്റർ ദൂരം മാത്രമാണ് ബ്രില്യൻ്റ് സ്റ്റഡി സെൻറ്ററുമായിട്ടുള്ളത്. അതുപോലെ തന്നെ ചേർപ്പങ്കൽ മെഡിസിറ്റി ഹോസ്പിറ്റൽ, മാർസലീവ മെഡിസിറ്റി ഹോസ്പിറ്റൽ കേരളം മുഴുവൻ അറിയുന്ന ഒരു വലിയ ഹോസ്പിറ്റലാണ്. ആ ഹോസ്പിറ്റലുമായിട്ട് എനിക്ക് തോന്നുന്ന ഒരു 2 കിലോമീറ്ററിൽ കൂടുതൽ ദൂരം ഈ വീടിനുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏകദേശം 2 അല്ലെങ്കിൽ 2.5 കിലോമീറ്റർ ദൂരമാണ് ഹോസ്പിറ്റലുമായിട്ട് ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള നല്ലൊരു പ്രൈം ലൊക്കേഷനാണ്. ബസ് റോഡുമായിട്ട് ഒരു 400-500 മീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത്. അതുപോലെ തന്നെ കടകൾ, ഈ 400 മീറ്റർ ദൂരത്തിൽ കടകളുണ്ട്. തൊട്ടടുത്ത് തന്നെ കടകളുണ്ട്, പലചരക്ക് കടകൾ. 100 മീറ്റർ ദൂരം പോലും അകലമില്ലാത്ത രീതിയിൽ തന്നെ പലചരക്ക് കടകൾ, വീട്ടിൽപ്പെട്ട സാധനങ്ങൾ മേടിക്കുവാനായിട്ടുള്ള കടകളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബസ് റോഡ് എന്ന് പറയുന്നത് 400 മീറ്റർ ദൂരം നമ്മൾ പറഞ്ഞു. അതുപോലെ നമുക്ക് ഇവിടുന്ന് കൊഴുവനാല്, പള്ളിക്കത്തോട്, കോട്ടയം ആ സൈഡിലെ പാമ്പാടി, കൂരപ്പട അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുവാനായിട്ടും ഇടുക്കി ജില്ലയിലേക്ക് പോകുവാനൊക്കെ ആയിട്ട് വളരെ എളുപ്പമുള്ള വഴിയാണ്. വീണ്ടും നമ്മൾ ഇതിൻ്റെ ലൊക്കേഷൻ ഏകദേശമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പാലാ ടൗണുമായിട്ട് ഒരു 4 അല്ലെങ്കിൽ 5 കിലോമീറ്റർ ദൂരമാണ് പാലാ ടൗണുമായിട്ട് ഉള്ളത്. PWD റോഡ് തന്നെ വന്നാൽ മതി ഈ വീട്ടിലേക്ക് കയറാൻ. PWD നല്ല വീതിയുള്ള റോഡ്, ഡ്രൈവിങ്ങിന് പരിചയക്കുറവുള്ളവർക്ക് വരെയും വണ്ടി ഓടിച്ചുകൊണ്ട് വരാൻ പറ്റുന്ന രീതിയിൽ, സൈഡ് കൊടുത്ത് വരാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല വീതിയുള്ള റോഡ് തന്നെയാണ് വീട്ടിലേക്ക് പ്രവേശിക്കാവുന്ന റോഡ് ആക്സസ്. അങ്ങനെയുള്ള കിണർ വെള്ളം ഒരിക്കലും പറ്റാത്ത വെള്ളമുള്ള ഒരു മേഖലയാണ്. അങ്ങനെ എല്ലാം കൊണ്ടും നല്ല ഒരു പെർഫെക്റ്റ് ആയിട്ടൊരു ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന, നല്ല പെർഫെക്റ്റ് ആയിട്ട് പണി കഴിപ്പിക്കപ്പെട്ട, ഏകദേശം 5 വർഷത്തോളം പഴക്കമുള്ള നല്ലൊരു വീട് വിൽപ്പനയ്ക്ക്. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് കാണുന്നത്. ഇഷ്ടംപോലെ കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നത് കാണാം. ഇതെല്ലാം തടി കൊണ്ടാണ് ചെയ്തിരിക്കുക. അപ്പോൾ ഇങ്ങനെ തടിയൊക്കെ ഉപയോഗിച്ച് നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന ഈ കബോർഡ് വർക്കുകളൊക്കെ ഉള്ള 25 സെൻറ്റ് സ്ഥലവും വീടും, ഇവിടെ സ്റ്റോർ റൂമുണ്ട്. നമുക്ക് വീഡിയോയിലൂടെ തന്നെ മുഴുവൻ കാര്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വീട് സ്ഥലവും നിങ്ങൾക്ക് നേരിട്ട് കാണണം എന്ന ആഗ്രഹമുള്ളവർ ഞങ്ങളെ ഉടനടി ഞങ്ങളുടെ ഫോണിലേക്ക് വിളിക്കൂ. 9744487753 എന്ന നമ്പറിലേക്ക് വിളിക്കൂ. അപ്പോൾ ആ ഒരു നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഏത് സമയത്തും, അത് രാവിലെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ജോലിക്ക് പോകേണ്ടവരാണ് എങ്കിൽ രാവിലെ 7 മണിക്ക് കാണിക്കണമെന്നെങ്കിലും ഞങ്ങൾ ഓക്കെയാണ്. ഇനി അല്ല വൈകിട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് 6 മണി 7 മണി സമയത്താണ് വരുന്നതെങ്കിലും ആ സമയത്ത് കാണിക്കണമെങ്കിൽ ഞങ്ങൾ ഓക്കെയാണ്. ഏത് സമയത്തും നിങ്ങളെ പ്രോപ്പർട്ടി കാണിക്കാൻ മെനിച്ചിൽ ഹോംസിൻ്റെ ആൾക്കാർ ഏത് സമയത്തും നിങ്ങൾ ഓക്കെയാണ്. 24 അവേഴ്സ് 365 ദിവസവും ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അപ്പോൾ ഏത് സമയത്ത് ഒരു ആൾക്ക് പ്രോപ്പർട്ടി കാണാൻ വരാൻ സാധിക്കും എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള ടൈം. അപ്പോൾ നല്ലൊരു വീട്, നല്ല ദൃശ്യങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.